എല്ലാ ദിവസവും യുദ്ധം ചെയ്യാനും അവരുടെ ജോലി. എന്നാൽ ദാവീദിന്റെ അച്ഛന്റെ ആട്ടിൻപറ്റികളെ മേയിച്ചുകൊണ്ടിരുന്നു. സംഗീതവിഷ്ണുവായ ദാവീദ് തമ്പുരു വീട്ടുന്നതിൽ പ്രഗത്ഭനായിരുന്നു. അക്കാലത്തെ അയൽദേശക്കാരായ ഫിലിസ്തീയ ദേശക്കാര് പാവപ്പെട്ട ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. അവർക്ക് നേതാവായി ഗോലിയാത്ത് എന്ന ഒരാളുണ്ടായിരുന്നു. 6 അടി ഉയരം, അതിനൊത്ത വണ്ണം, മല പോലെ ഉയരം, തലയിൽ പിച്ചള തൊപ്പയുണ്ടാകുമായിരുന്നു. അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധുവല്ലായിരുന്നു അവന്റെ വിചാരം. ഓരോ ദിവസവും ഇസ്രായേലിനെ വരച്ചാണ് കഴിഞ്ഞിരുന്നത്. അക്കാലത്തെ സാവൂൾ രാജാവിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ സന്ദർഭത്തിൽ ദാവീദിന്റെ രാജാവും പടയാളികളെ ഓർത്ത് വളരെ ദുഃഖമുണ്ടായി. ഈ സന്ദർഭത്തിൽ സാവൂൾ രാജാവ് ഒരു വിളംബരം നടത്തി. ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. മുന്നോട്ട് വന്ന് പറഞ്ഞു, എനിക്ക് കഴിയും തിരുമേനി, അങ്ങനെ നന്ദിച്ചാൽ മാത്രം മതി. ചിരിയാണ് വന്നത്. ഇത്രയെല്ലാം നീ എങ്ങനെയാണ് അമ്മ അല്ലനെ തോൽപ്പിക്കുന്നത്? വിരുദ്ധയെ കുറിച്ച് കേട്ടറിഞ്ഞ് സൗൽ രാജാവിനെ അനുഗ്രഹിച്ച് പറഞ്ഞു. കൊച്ചു താഴ്ക്കാരും വടിയും കവണയും തോട്ടിൽ നിന്ന് പറക്കിയ 5 കല്ലുകൾ പുറപ്പെട്ടു. അവിടെ ചെന്ന ഗോലിയാത്ത് ചോദിച്ചു, നീ എന്നാണ് തെറ്റാലും കൊണ്ട് വന്നിരിക്കുന്നത്? ഞാനെന്നാ നിന്റെ വളർത്തുന്നതാണോ? ഇവിടെ വാ, നിന്റെ മാംസം പിച്ച് ചീറി കാർഷിക മൃഗങ്ങൾക്ക് കൊടുക്കും. ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. അത് ഇസ്രായേൽ ദേശത്തിൽ ഒരു ദൈവം ഉണ്ടെന്ന് അറിയട്ടെ. ദേശം വന്ന് അവൻ ആക്രമിപ്പിച്ചിരുന്നു. ദൈവം തന്റെ പക്ഷത്തുണ്ടെന്ന് ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് ഒരു കല്ലെടുത്ത് തട്ടാൻ കൊണ്ട് ആഞ്ഞെറിഞ്ഞു. ഗോലിയാത്ത് മല പോലെ തന്നെ പതിച്ചു. കൊച്ചു ദാവീദിന് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് അവന്റെ ആത്മവിശ്വാസം കാരണമാണ്. അവിടുത്തെ രാജാവും പടയാളികളും പൊക്കിയെടുത്ത് ആഘോഷിച്ചു. നന്ദിയുണ്ട് ദാവീദ്, നീ പടയാളി തന്നെ. ഈ കഥയുടെ ആശയം കൊച്ചു ദാവീദ് ചെയ്തതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് മുന്നേറാൻ കഴിയും. ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ നിരാശ